ഹലോ. അപ്പം ഇന്ന് ഡേ 13th ആണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് സ്മൂത്തിയാണ്. ഇത് റാഗിയുടെ സ്മൂത്തിയാണ് കേട്ടോ. ഇതാണ് ഞാൻ രാവിലെ കഴിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് കുറച്ച് ചക്കക്കുരു പടവലങ്ങ തോരൻ, കുറച്ച് വെളുത്തുള്ളി അച്ചാർ, കുറച്ച് കായും പയറും, പിന്നെ കുറച്ച് ചിക്കൻ. ഇത്രയാണ് കഴിച്ചത്. പിന്നെ ചിക്കൻ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് പ്രോട്ടീൻസിൻ്റെ കുറവാണ്. പ്രോട്ടീൻസ് ഞാൻ ഇൻടേക്ക് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ചിക്കനിൽ നിന്നേലും എനിക്ക് കുറച്ച് പ്രോട്ടീൻ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ചിക്കൻ കഴിക്കുന്നത്. കമൻറ്റിൽ കുറേ പേര് എന്നോട് ചോദിച്ചു നോമ്പില്ലേന്ന്. എനിക്ക് നോമ്പില്ല കേട്ടോ. എടുക്കുവാണെങ്കിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് എടുക്കും. അപ്പോൾ പാലോ ഒന്നും കഴിക്കത്തില്ല. ചിലരുണ്ടല്ലോ പാല് മാത്രം, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് എടുക്കും. പക്ഷേ ഇത്തവണ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട്, കഴിഞ്ഞ വട്ടം ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ്ലി ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പം അതൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പം ഇത് ബോളിയാണ്, ഈ പൂരൻ ബോളി എന്നൊക്കെ പറയത്തില്ല. അതായത് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. പഞ്ചസാരയാണ് എന്താണ് ഇതിൻ്റെ അകത്തെന്ന് എനിക്കറിയത്തില്ല. മൈദയാണെന്ന് തോന്നുന്നു പുറത്തെ ലെയർ. അതിനകത്ത് ഈ ലെയർ ചെയ്ത് വെച്ചേക്കുന്ന ബോളിയാണ്. ഈ പായസത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ കഴിക്കത്തില്ല. ഇത് സ്വീറ്റാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് കഴിപ്പിൽ നിർത്തണം. ഇപ്പം 1-2 പാക്കറ്റായി കഴിക്കുന്നു. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പക്ഷെ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. 1-2 ഒക്കെ വെച്ച് ഇങ്ങനെ വല്ലപ്പോഴും എടുക്കും. അപ്പം ഇതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചത്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ നടക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഓരോ ദിവസവും ഞാൻ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഹൈറ്റ് ഒന്നില്ലെങ്കിൽ 167 അല്ലെങ്കിൽ 170. ഇതിനകത്താട്ടോ 170ക്കുള്ളിലാണ് എൻ്റെ. 167 അല്ലെങ്കിൽ 68 69 70 ഇതിനകത്ത് ഏതോ ആണ്. ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഒരു 1.5 വർഷം മുന്നേ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ നോക്കിയത്. പിന്നെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ 167 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് വെയിറ്റ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെയിറ്റ് 67ലേക്കായിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ വെയിറ്റ് എത്രയാണ് ഗോൾ ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 70 ഫസ്റ്റ്ലി ഗോൾ ചെയ്തത്. പിന്നെ ഇപ്പോൾ 60 ആവാനാണ് ഞാൻ നോക്കുന്നത്. ഒരുപാട് മെലിയുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എങ്കിലും നമുക്കൊരു മിതമായ രീതിയിൽ നിർത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എത്ര കിലോ കുറഞ്ഞു, എങ്ങനെയാണ് വെയിറ്റ് ലോസ് എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഏതെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു തരത്തിലുള്ള ഡീറ്റോക്സ് ഡ്രിങ്കും കുടിച്ചിട്ടില്ല. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അങ്ങനത്തെ ചുവയൊക്കെ വായിക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും കുടിക്കാറില്ല. കാരണം എനിക്കിഷ്ടമല്ല അതൊന്നും. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ട് കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കുടിക്കാറില്ല. ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ പച്ചവെള്ളമാണ് കുടിക്കുന്നത്. അതായത് ഈ പ്യൂരിഫയറിൽ വെച്ച വെള്ളം, പ്യൂരിഫൈ ചെയ്ത് വന്ന വെള്ളമാണ് ഞാൻ കുടിക്കാറ്. തിളപ്പിച്ചതല്ല കേട്ടോ, പ്യൂരിഫൈ ചെയ്ത് വന്ന വെള്ളം. ഇപ്പോൾ തിളപ്പിച്ച് കുടിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നാളെ കാണാം ഡേ 14 അപ്പോൾ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും ഇരിക്കുക. ബൈ.